Dear viewers, welcome to my new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ പ്രൊപ്പോർഷൻസ് ഓർ ടെസ്റ്റിംഗ് ദ ഈക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ പ്രൊപ്പോർഷൻസ്. ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് പോപ്പുലേഷൻസിൽ നിന്നും രണ്ട് സെറ്റ് ഓഫ് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു ആൻഡ് ആ രണ്ട് സാമ്പിൾസിൻ്റെയും പ്രപ്പോർഷൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു. എന്നിട്ട് രണ്ട് പോപ്പുലേഷൻസിൻ്റെയും പ്രപ്പോർഷൻസ് തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ പ്രപ്പോർഷൻസ് എന്നുള്ള ഈ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. ഈ കേസിൽ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സാമ്പിൾ പ്രപ്പോർഷൻസ് ഓർ ടു പോപ്പുലേഷൻ പ്രപ്പോർഷൻസ്, ദാറ്റ് ഈസ് P1 is equal to P2. The next one, there is a significant difference between two sample proportions or two population proportions, that is P1 is equal to P2. Then next step is deciding the test criterion. So ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലാർജ് സാമ്പിൾ ടെസ്റ്റാണ്. സാമ്പിൾ സൈസ് മോർ ദാൻ 30 ആയിരിക്കും. സോ നമ്മൾക്ക് ഇസെറ്റ് ടെസ്റ്റാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. Then third step is computation of test statistic. So ഇസെറ്റ് കാണാനുള്ള ഫോർമുല P1 minus P2 divided by standard error. So P1 എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിളിൻ്റെ പ്രൊപ്പോർഷനാണ്, P2 സെക്കൻഡ് സാമ്പിളിൻ്റെ പ്രൊപ്പോർഷനാണ്, SC സ്റ്റാൻഡേർഡ് എറർ ആണ്. സോ സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് P0 Q0 ഇൻറ്റു 1/N1 പ്ലസ് 1/N2. ദെൻ P0 കണ്ടുപിടിക്കുന്നതിന് വേണ്ടി P0 ഈസ് ഈക്വൽ ടു N1 P1 പ്ലസ് N2 P2 divided by N1 plus N2. Then Q0 is equal to 1 minus P0. Then N1 and N2 are sample sizes. So next step is finding the degree of freedom. So Z test ആയതുകൊണ്ട് തന്നെ degree of freedom is always infinity. The next step is obtaining the table value for the desired level of significance and degree of freedom. Then if nothing is mentioned in the question, then 5% can be taken as the level of significance. Then take a decision whether to accept or to reject H0 based on the calculated value of test statistic and table value of test statistic. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ H0 ആക്സെപ്റ്റ് ചെയ്യാം. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ H0 റിജക്റ്റ് ചെയ്യാം, H1 ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് പോകുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ എ സാമ്പിൾ ഓഫ് 600 men ഫ്രം എ സിറ്റി, 450 were found to be smokers. In a random sample of 900 from another city, 450 were found to be smokers. Do the data indicate that the cities are significantly different in respect of the prevalence of smoking among men? So first സിറ്റിയിൽ നിന്നും 600 men സെലക്ട് ചെയ്യുന്നു ആൻഡ് 450 were found to be smokers. ആൻഡ് സെക്കൻഡ് സിറ്റിയിൽ നിന്നും 900 പീപ്പിളിനെ സെലക്ട് ചെയ്യുന്നു ആൻഡ് 450 were found to be smokers. സോ ഈ ഡാറ്റയുടെ ബേസിൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഇതാണ്, വെദർ ദ സിറ്റീസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻസ് വിത്ത് റിഗാർഡ് ടു സ്മോക്കിംഗ് എമംഗ് മെൻ. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും സെറ്റ് ചെയ്യുന്നു. H0 എന്ന് പറയുന്നത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ പ്രപ്പോർഷൻസ്. ഇവിടുത്തെ രണ്ട് പോപ്പുലേഷൻ രണ്ട് ഡിഫറെൻറ്റ് സിറ്റീസ് ആണ്. സോ ദ സിറ്റീസ് ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് in respect to prevalence of smoking among men. Then H1, there is a significant difference between two sample proportions or two population proportions, that is the cities are significantly different with regard to smoking among men, that is P1 not equal to P2. Then N1 first സിറ്റിയിൽ നിന്നും സെലക്ട് ചെയ്യുന്നു, that is 600. N2 സെക്കൻഡ് സിറ്റിയിലെ സാമ്പിൾ സൈസ് ദാറ്റ് ഈസ് 900. ദെൻ
P1 കണ്ടുപിടിക്കാം. P1 എന്ന് പറയുന്നത് ഫസ്റ്റ് സിറ്റിയിലെ പ്രൊപ്പോർഷൻ ഓഫ് സ്മോക്കേഴ്സ് ആണ്. ദാറ്റ് ഈസ് 450/600 0.75. ആൻഡ് P2 സെക്കൻഡ് സിറ്റിയിലുള്ള പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആണ്, സാമ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ദാറ്റ് ഈസ് 450/900 0.50. ദെൻ സാമ്പിൾ സൈസ് ലാർജ് ആണ്. N1 600 N2 900 ആണ്. സോ ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ Z ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു ആൻഡ് വി ഫോളോ ടു ടൈൽഡ് ടെസ്റ്റ്. ദെൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണാൻ വേണ്ടി P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ള ഫോമുല യൂസ് ചെയ്യാം. സോ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നു. സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് P0 Q0 ഇൻറ്റു 1/N1 പ്ലസ് 1/N2 എന്നുള്ള ഫോമുല യൂസ് ചെയ്യാം. സോ സ്റ്റാൻഡേർഡ് എറർ കാണുന്നതിന് മുൻപായിട്ട് P0ഉം Q0ഉം കണ്ടുപിടിക്കണം. P0 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല N1 P1 പ്ലസ് N2 P2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. N1 600 ആണ്, P1 0.75 ആണ്, പ്ലസ് ദെൻ N2 900, P2 0.50, ദെൻ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. നമുക്കവിടെ കിട്ടുന്ന വാല്യൂ P0 ഈസ് ഈക്വൽ ടു 900/1500, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.60. സോ Q0 ഈസ് ഈക്വൽ ടു 1 മൈനസ് P0, ദാറ്റ് ഈസ് 0.40. സോ എല്ലാ ടേംസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോമുലയിൽ ഇത് അപ്ലൈ ചെയ്യാം. സോ P0 0.6, Q0 0.4, ദെൻ 1/N1 1/600, 1/N2 1/900. സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു 0.0259. ദെൻ സ്റ്റാൻഡേർഡ് എറർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കാണാം. ദാറ്റ് ഈസ് proportion 1 minus proportion 2 divided by standard error, that is equal to 0.75 minus 0.50 whole divided by 0.0259. So z ന്റെ വാല്യൂ കിട്ടുന്നു 9.65. ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് 9.65 എന്ന് കിട്ടി. ഇനി ഇത് നമ്മൾ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. സോ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ആദ്യം ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നു. ഇസഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യുന്നു. ദെൻ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഇൻഫിനിറ്റി ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ടു ടൈൽഡ് ടെസ്റ്റിൽ ഇസഡിൻ്റെ വാല്യൂ 1.96 ആണ്. സോ കാൽക്കുലേറ്റഡ് വാല്യൂ 9.65, ടേബിൾ വാല്യൂ ആയിട്ടുള്ള 1.96നേക്കാൾ കൂടുതലാണ്. സോ നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. വി ആർ റിജക്റ്റിംഗ് H0. റിജക്റ്റിംഗ് H0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1. സോ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് Z ഈസ് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ ആൻഡ് വി ആർ റിജക്റ്റിംഗ് H0 ആൻഡ് ആക്സെപ്റ്റിംഗ് H1. ദാറ്റ് ഈസ് there is a significant difference between the two population proportions. That is, the cities are significantly different with regard to smoking among men. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ പെർസെൻറ്റേജ് ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ടേൺഡ് ഔട്ട് ബൈ ദ സെയിം മെഷീൻ ഓൺ 2 consecutive days are 8 and 6. If 500 parts are turned out on each of the 2 days, would it be justified to claim that the quantity has improved? Here alpha is equal to 0.01. Alpha എന്ന് പറയുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1% അല്ലെങ്കിൽ 0.01 ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്, ഒരു മെഷീൻ 2 ദിവസങ്ങളിൽ 2 കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡിഫക്റ്റീവ്സിൻ്റെ പ്രപ്പോർഷൻ ഫസ്റ്റ് ഡേ 8%, സെക്കൻഡ് ഡേ 6%. അങ്ങനെ 2 ദിവസവും 500 ഐറ്റംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഈ ഡാറ്റയുടെ ബേസിൽ ക്വാണ്ടിറ്റി ഓഫ് ഡിഫക്റ്റീവ്സ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നമ്മൾക്ക് അസംഷൻ നടത്താം. H0 സാമ്പിൾ പ്രപ്പോർഷനും 2 സാമ്പിൾ പ്രൊപ്പോർഷൻസും തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല, അല്ലെങ്കിൽ 2 പോപ്പുലേഷൻ പ്രൊപ്പോർഷൻസും തമ്മിൽ ഡിഫറൻസ് ഇല്ലെന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ H1 ഇത് തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്നും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നും സെറ്റ് ചെയ്യാം. സോ H0 ഈസ് there is no significant difference between 2 population proportions, that is the quantity has not improved. Then H1 there is a significant difference between 2 population proportions,
that is the quantity has improved, which means P1 greater than P2. So here N1 is equal to 500, N2 is equal to 500. കാരണം രണ്ട് ദിവസവും നമ്മൾ സെലക്ട് ചെയ്യുന്നത് 500 ഐറ്റംസ് ആണ്. സോ N1 N2 ഈക്വൽ ആണ്. Then P1 is equal to 8%, that is 0.08. Then P2 is equal to 6%, that is 0.06. സോ സാമ്പിൾ സൈസ് ലാർജ് ആയതുകൊണ്ട് ഇസഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് നമുക്ക് വൺ ടൈൽഡ് ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് P1 minus P2 divided by standard error. സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് P0 Q0 ഇൻറ്റു 1/N1 പ്ലസ് 1/N2. സോ ആദ്യം തന്നെ P0 കണ്ടുപിടിക്കുന്നു. P0 is equal to N1 P1 plus N2 P2 divided by N1 plus N2. സോ N1ൻ്റെയും P1ൻ്റെയും അതുപോലെ N2ൻ്റെയും P2ൻ്റെയും വാല്യൂ നമ്മൾ ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്യുന്നു. സോ P0 is equal to 0.07. P0 കിട്ടിക്കഴിഞ്ഞാൽ Q0 കണ്ടുപിടിക്കാം. Q0 is equal to 1 minus P0, that is 0.93. Then standard error കണ്ടുപിടിക്കാം. P0 കണ്ടുപിടിച്ചു, Q0 കണ്ടുപിടിച്ചു. സോ standard error is equal to square root of P0 Q0 into 1/N1 plus 1/N2. സോ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂവിൽ ഫോർമുലയിൽ ഈ ഒബ്റ്റൈൻഡ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു 0.161. സോ Z is equal to P1 minus P2 divided by standard error. P1 0.08 ആണ്, P2 0.06 ആണ്, divided by standard error 0.0161. സോ ഇസഡിൻ്റെ വാല്യൂ കിട്ടും 1.2422. സോ ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡ്. ഇനി നമ്മൾ ടേബിൾ വാല്യൂ ഓഫ് ഇസഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആദ്യം ഡിഗ്രി ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും എഴുതുന്നു. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1% ആണ്, അല്ലെങ്കിൽ 0.01 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ടേബിൾ വാല്യൂ ഓഫ് ഇസഡ് ഫോർ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഫിനിറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 2.326. സോ കാൽക്കുലേറ്റഡ് വാല്യൂ 1.24 ആണ്. അതുപോലെ തന്നെ ടേബിൾ വാല്യൂ 2.326 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ. സോ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം, ഡിസിഷൻ എടുക്കാം. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതായതുകൊണ്ട് തന്നെ വി ക്യാൻ ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്, ദാറ്റ് ഈസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ പ്രൊപ്പോർഷൻസ്, ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഹാസ് നോട്ട് ഇംപ്രൂവ്ഡ്. ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് H0 തന്നെ ആക്സെപ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ പ്രപ്പോർഷൻ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി, നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.